എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അസ്ട്രോണമിക്കൽ സോഫ്റ്റ്വെയർ ആയ സ്റ്റെലേറിയത്തിനെ കുറിച്ചാണ്. ഇതൊരു ഫ്രീ മൊബൈൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നുമുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. സ്റ്റെലേറിയം മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെർച്ചിൽ കയറി സ്റ്റെലേറിയം എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സ്റ്റെലേറിയം ഡൗൺലോഡായി. ഇനി നമുക്കത് ഓപ്പൺ ആക്കാം. ഈ ആപ്ലിക്കേഷൻ ലൊക്കേഷൻ ചോദിക്കും. നമ്മളത് അലോ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സ്റ്റെലേറിയം ഓപ്പൺ ആവും. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുന്നത്. അവിടെ കാണുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു മേഘം പോലത്തെ പാളി, അത് മിൽക്കി വേ ആണ്, ക്ഷീരപഥം. പിന്നെ ഡയറക്ഷന്, കോൺസ്റ്റലേഷൻ, ഗ്രഹങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇനി ആ സെർച്ച് ബാറിൻ്റെ അവിടുത്തെ ഒരു 3 ഐക്കൺ കണ്ടോ, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലൊക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് ആദ്യമേ കൊടുത്തതാണ്, അതുകൊണ്ട് കറക്റ്റ് ലൊക്കേഷനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ അടുത്ത ഒരു ഓപ്ഷനാണ് സ്കൈ കൾച്ചേഴ്സ്. ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിലെപ്പോഴും കിടക്കേണ്ടത് വെസ്റ്റേൺ ആണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കോൺസ്റ്റലേഷൻ എടുത്തു, ബൂട്ടസ്. അതിൽ അർക്യൂട്രസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. ഇപ്പം ഞാനിതൊന്ന് മാറ്റി ഒന്ന് അറബിക്കിലേക്കൊന്ന് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അറബിക്ക് ഇപ്പോൾ ഇടാൻ പോവാണ്. അറബിക്ക് ഇടുമ്പോൾ അവിടെ മൊത്തം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നോക്കുക, അവിടെ ഇപ്പം ഞാൻ നേരത്തെ എടുത്ത ബൂട്ടസ് എടുക്കുമ്പോൾ കണ്ടോ, ദി ഹൗളർ എന്ന് വരുന്നു. അവിടുത്തെ അർക്യൂട്രസിന് പകരം ദി സ്പിയർ ത്രോവർ എന്ന് പറയുന്ന ഒരു ഇതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വേറൊരു പേര് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും കിടക്കുന്നത് വെസ്റ്റേണിലാണ്. വെസ്റ്റേണിൽ തന്നെ കിടക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും വെസ്റ്റേണിൽ തന്നെ ഇടുക. അതാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമെന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ പകുതി ഫ്രീ ആണ്. കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സൊക്കെ കിട്ടണമെങ്കിൽ നമുക്കത് പൈസ കൊടുക്കേണ്ടി വരും. അതിനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓപ്ഷനുണ്ട്, അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെറ്റിങ്സിൻ്റെ തൊട്ട് താഴെയായി. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, കൂടുതൽ ആഴത്തിലുള്ള നക്ഷത്രങ്ങൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിപ്പോൾ ഒരു പ്ലാനറ്റിനെയോ അല്ല മൂണിനെയോ അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഇമേജസ് നമുക്ക് കിട്ടും. പിന്നെ വേറെ ഒന്ന്, ടെലിസ്കോപ്പുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നതിനും പൈസ കൊടുക്കണം. പിന്നെ ISS ട്രാക്കർ, അതിൻ്റെ പ്ലാനിങ്ങിനുള്ളതിനുമൊക്കെ നമുക്ക് ഇതിന് പൈസ കൊടുക്കേണ്ടി വരും. അതിന് മാത്രം പൈസ കൊടുത്താൽ മതി. അല്ലാതെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. ഇനി നമുക്ക് താഴെയായിട്ട് ഒരു 2 ലെയർ ഇരിക്കുന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗ്രിഡ്സ് ആൻഡ് ലൈൻസ് അതിൽ കയറി നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആണെങ്കിൽ ലോങ്ങിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് ഓൺ ആക്കിയോ ഓഫ് ആക്കിയോ ഇടാം. അടുത്ത ഒന്നാണ് കോൺസ്റ്റലേഷൻ. അതിലൊന്ന് കുറച്ച് നേരം ഒരു 2 സെക്കൻഡ് ഒന്ന് അമർത്തി ഒന്ന് പിടിക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ ഓപ്ഷനുകൾ വരും. ഇപ്പം ലൈൻസ്, ഡ്രോയിങ്സ്, സെൻറ്റേഡ്, ഓൺലി. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ അവിടെ ഡ്രോയിങ് കണ്ടോ, ഓരോരുത്തരുടെ പടം അവിടെ കാണാൻ പറ്റും. അതിപ്പോൾ വേണ്ടായെങ്കിൽ നമുക്ക് ആ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കയറി അത് ഓഫാക്കാൻ പറ്റും. ഇപ്പോൾ കോൺസ്റ്റലേഷൻ്റെ സെറ്റിങ്സിലാണ് അതൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ ഓണാണ്. അപ്പോൾ അത് ആ ലാൻഡ്സ്കേപ്പ് ഓഫ് ആക്കുവാണെങ്കിൽ അവിടുത്തെ മരങ്ങളെല്ലാം പോവും. കണ്ടിപ്പോൾ ഓഫ് ആക്കിയപ്പോൾ അവിടുത്തെ മരങ്ങളൊക്കെ പോയത് കാണാം. അപ്പോൾ അതെപ്പോഴും ഓൺ ആക്കി ഇടുന്നത് നല്ലതായിരിക്കും. അടുത്ത ഒരു ഓപ്ഷനാണ് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ആദ്യം ഇരുട്ടാവാൻ തുടങ്ങുമ്പോൾ കുറച്ച് നക്ഷത്രങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ഓഫ് ആണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് കുറേ നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും. അതെപ്പോഴും ഓൺ ആക്കി ഇടുന്നതാണ് നല്ലത്. അടുത്ത ഓപ്ഷനാണ് ലേബൽസ്. അപ്പോൾ അവിടെ വീനസ്, സാറ്റേൺ എന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ പേരുണ്ടായിരുന്നു. അതിപ്പോൾ ഓഫ് ആക്കുവാണെങ്കിൽ ആ പേരെല്ലാം പോകും. ഓൺ ആക്കുമ്പോൾ അത് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇടാം. അടുത്ത ഒരു ഓപ്ഷനാണ് നൈറ്റ് മോഡ്. ഇത് ഓൺ ആക്കുവാണെങ്കിൽ ഒരു ചുമന്ന ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം രാത്രി ആകാശത്തോട്ട് നോക്കി ഒരു 20 മിനിറ്റ് കൂടുതൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഒരു ഈർച്ചകേട് പോലെ തോന്നും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ചുമന്ന ലൈറ്റ് ഇടുന്നത്. ഇതിടുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആകാശത്തോട്ട് കുറേ നേരം നോക്കാൻ പറ്റും.
അടുത്ത ഈ ആപ്ലിക്കേഷനിലെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ്. അവിടെ ആണെങ്കിൽ ഒരു മൊബൈലിൻ്റെ കൂട്ടത്തെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓട്ടോ ഡിസേബിൾഡ് എന്ന് വരും. അപ്പോൾ അവിടെ എപ്പോഴും ഓട്ടോയിൽ വേണം കിടക്കാൻ. അത് സെൻസറാണ്. അതിൻ്റെ ഉപയോഗം ഇപ്പം പറഞ്ഞു തരാം. ഞാനൊരു നക്ഷത്രം കണ്ടു. അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയാണ് ഈ സെൻസറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആ ഐക്കണിൽ കയറി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ പോയിൻ്റ് ഒരു ഡിവൈസ് അപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മളാണെങ്കിൽ ആ മൊബൈൽ ഫോണ് നമുക്ക് അറിയാത്ത നക്ഷത്രത്തിൻ്റെ അവിടോട്ട് ഒന്ന് പോയിൻ്റ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടും. എന്നിട്ട് ആ നക്ഷത്രത്തിന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേര് കിട്ടും. പിന്നെ അതിൻ്റെ വിശദ വിവരങ്ങൾ താഴോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അവിടെ അതിൻ്റെ വിശദ വിവരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ നക്ഷത്രങ്ങളെ പറ്റി പഠിക്കാൻ ഈ ഒരു സ്റ്റെലേറിയം മൊബൈൽ ആപ്പ് വളരെ ഉപയോഗപ്രദമാണ്. അടുത്ത ഏറ്റവും മുകളിലായിട്ട് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ബ്രൗസ് ബൈ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്ത് കയറി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്ലാനറ്റ്സ്, കോമറ്റ്സ് അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പ്ലാനറ്റ്സിൽ കയറി ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ റെയിൽവേ ടൈമാണ് ഫസ്റ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം 20:37 വീനസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീനസിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴാണ് ഞാൻ ലാൻഡ്സ്കേപ്പ് വെച്ചത് കൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല, കാരണം അത് ലാൻഡ്സ്കേപ്പ് കടന്നു. അപ്പോൾ അടുത്ത് ഞാനിപ്പോൾ ഒരു കോൺസ്റ്റലേഷൻ സെർച്ച് ചെയ്യാൻ പോവാണ്, കോർവസ്. അപ്പോൾ അതിനെ സെർച്ച് ചെയ്തിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കോർവസ് അവിടെ വിസിബിൾ ബിഫോർ റെയിൽവേ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കോർവസ് എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ ഇനിയും കിട്ടി. ഇനി എങ്ങനെയാണ് എനിക്ക് കോർവസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കോർവസിൻ്റെ അവിടെ തൊട്ട് താഴെയായി സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുമോ? അപ്പോൾ ആ സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കയറി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആംഗിൾ പോലെ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോഴത് നമ്മൾ സൈഡിലോട്ട് ചരിക്കുമ്പോൾ അവസാനം 0 ഡിഗ്രി വരെ നമ്മളിങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം കോർവസിൻ്റെ നേർരേഖയിൽ തന്നെ നമ്മുടെ ഫോൺ ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ ഇരിക്കുന്നതിൻ്റെ ആ പോയിൻറ്റിൻ്റെ നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റലേഷൻ കാണാൻ പറ്റും. അങ്ങനെ സാറ്റലൈറ്റ്, പ്ലാനറ്റ്, സ്റ്റാർസ്, കോൺസ്റ്റലേഷൻ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്റ്റെലേറിയം. അപ്പോൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. പ്രപഞ്ചത്തെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് സ്റ്റെലേറിയം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി.